ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് ഇറങ്ങി നേരെ ഓഫീസിലേക്ക് വെച്ചങ്ങ് പിടിച്ച് കുറച്ച് നേരം അവിടെ ചെന്ന് ഇരുന്നു. അവിടുന്ന് നമ്മൾ ബഹ്റിൻ വീഥികളിലൂടെ മെല്ലെ മെല്ലെ സഞ്ചരിക്കുകയാണ്. മധ്യപൂർവ്വദേശത്തെ ചെറിയൊരു ദ്വീപ് രാജ്യമാണ് ഈ ബഹ്റിൻ. ഏഷ്യൻ വൻകരയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യം. നമ്മളങ്ങനെ നീങ്ങുകയാണ് ഇതിലൂടെ. കുറച്ച് മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് ഫ്രണ്ട്സ് നമ്മൾ മനസ്സിലാക്കിയത് വണ്ടിയിൽ പെട്രോളില്ല. പെട്രോൾ അടിച്ചിട്ടേ പോകാൻ പറ്റും. എന്നാൽ പിന്നെ നമുക്ക് പെട്രോൾ അടിച്ചിട്ട് പോകാം. ഇവിടെ അടുത്ത് തന്നെ ഒരു പെട്രോൾ പമ്പുണ്ട്. നേരെ പെട്രോൾ പമ്പിലേക്ക് വെച്ച് പിടിക്കാം. നമുക്ക് ഫുൾ ടാങ്ക് അടിച്ചേക്കാം നമുക്കല്ലേ. നാട്ടിലെ പോലെ ഒന്നുമല്ല കേട്ടോ. ഇവിടെ വൻ ക്യാഷ് കുറവാണ് പെട്രോളിന്. നമ്മൾ പമ്പിലെത്തി പെട്രോൾ അടിച്ചു, തിരിച്ചിറങ്ങി. 5 ദിനാറിന് പെട്രോൾ അടിച്ചു. 35 ലിറ്ററോളം കിട്ടി. 5 ദിനാറെന്ന് പറഞ്ഞാൽ നാട്ടിലൊരു 1000 സംതിങ് രൂപയേ ഉള്ളൂ. അതിനാണ് 35 ലിറ്റർ നമുക്ക് പെട്രോൾ കിട്ടി. അത് നാട്ടിൽ കിട്ടുമോ? കിട്ടുമെങ്കിൽ ഒന്ന് പറയണേ. ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അവിടുന്ന് വിട്ടു. കാണുന്നതാണ് ബസ് സ്റ്റോപ്പ്. ഇവിടുത്തെ ബസ്സൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. അവിടുന്ന് നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ്. നീങ്ങി 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 ഇതാണ് റൗണ്ട് അബൌട്ട്. ഇതിലേക്കൂടെ വണ്ടി ഓടിച്ചിറങ്ങുന്നത് തന്നെ വൻ റിസ്ക്കാണ്. ആർക്ക് മുന്നേ പോകണമെന്ന് കരുതിയിട്ടാണ് എല്ലാവരും ചീറിപ്പാഞ്ഞു വരുന്നത്. നമ്മളും അങ്ങനെ വണ്ടി വരുന്നുണ്ടോ ഇല്ലെന്ന് നോക്കി കയറി. അങ്ങനെ വീണ്ടും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. കണ്ടോ, നമ്മൾ കറക്റ്റ് ട്രാക്ക് കീപ്പ് ചെയ്തോണം. കീപ്പ് ചെയ്തില്ലെങ്കിൽ സൈഡിൽ കൂടെ വരുന്നവൻ ഉറപ്പായിട്ടും വണ്ടി കൊണ്ടിടിച്ചിരിക്കും. ഒരുത്തൻ കയറി പോന്ന കേട്ടോ. ഇപ്പന്മാർ ഒന്നും പറയണ്ട, ഇങ്ങനെയൊക്കെയാണ് ഇവിടെ. വീണ്ടും നമ്മൾ മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. ഇത് കണ്ടോ, ചെറിയ ചെറിയ വഴികളാണ് ഇവിടെ. അകത്തോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ ഭയങ്കര ഇടുങ്ങിയ വഴികളാണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ ഇവിടെ ഇപ്പം മുഹറം കഴിഞ്ഞല്ലേ ഉള്ളൂ. അവരുടെ മാത്തത്തിൻ്റെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞുകൊണ്ട് കെട്ടിവെച്ചേക്കുന്നതാണ് സംഭവങ്ങളൊക്കെ. ഫുള്ള് കറുത്ത കൊടികളും ഇതൊക്കെയാണ് ഇവർ യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ അവിടുന്ന് മുന്നോട്ട് പോയി കണ്ടില്ലേ, ഒരു സാധനം കാണിക്കാമേ. അതിനെ ലക്ഷ്യം വെച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നമുക്ക് ഈന്തപ്പഴം പറിച്ചാലോ? ഒരുത്തൻ കുറുക്കി കിടന്ന്. ഇവിടെ അടുത്തൊരു ഈന്തപ്പഴം നിൽപ്പുണ്ട്, അറബിയുടെ വീടിൻ്റെ തൊട്ടടുത്ത്. ഈന്തപ്പഴം നല്ല ചുമന്ന തൊടുത്ത് നിൽക്കുവാണിത്. കണ്ടോ കണ്ടോ, എന്ത് മധുരമെന്നറിയോ ഇതിന്. എന്നാൽ അധികം പഴുത്തതുമല്ല. ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇതിന്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ഇത് കഴിക്കണം, എന്ത് രസമല്ലേ. വീണ്ടും നമ്മൾ അവിടുന്ന് വണ്ടി എടുത്തു പോരുന്നു. സിഗ്നൽ കിട്ടി, നല്ല ട്രാഫിക്കുണ്ട്. കുറച്ച് നേരം ഇവിടെ കിടന്നു. അവിടുന്ന് സിഗ്നൽ വിട്ട് കണ്ടിട്ട് ഇവിടെയും ഉണ്ട്. മുഹറത്തിൻ്റെ ഭാഗമായിട്ട് എല്ലായിടവും ബാനറും അതും ഇതൊക്കെ വലിച്ചു കെട്ടിയൊക്കെയാണ്. ഇവർ കൂടുതലും ഫുള്ള് ബ്ലാക്ക് രീതിയിലുള്ള ബാനേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. കണ്ടില്ലേ, വഴികളൊക്കെ കണ്ടില്ലേ. 2 സൈഡും തിങ്ങി അറിഞ്ഞ പാർക്കിങ്ങും. എന്തായാലും നമ്മളിനി അടുത്തത് പോകാനായിട്ട് പോകുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇവിടെ നല്ല കിഡിലൊരു ഹോട്ടലുണ്ട് കേട്ടോ. ചെറിയ ഹോട്ടലാണ്, വലിയ ഹോട്ടലൊന്നുമല്ല. നല്ല ഫുഡ് കിട്ടും, നല്ല ടേസ്റ്റായ ഫുഡ്. അതൊന്ന് കഴിക്കേണ്ടത് തന്നെയാണ്. കണ്ടില്ലേ, വലിയ വാട്ടർ ടാങ്ക്. ഈ ഏരിയയിലേക്കുള്ള വെള്ളം മൊത്തം പോകുന്ന ഇതിൽ കൂടെ. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, അതെങ്ങാനും പൊട്ടിയാൽ ഇവിടെ മൊത്തം മുങ്ങുമല്ലോ എന്ന്. അത്രയും വലിയ ടാങ്കാണത്. നേരെ നമുക്ക് കഴിക്കാൻ പോകാം. എന്തെന്നാൽ അങ്ങോട്ട് നീങ്ങാൻ പറ്റുന്നില്ല, വണ്ടിയെല്ലാം പെയ്യെ പോകുന്നത്. ഞാനിപ്പോൾ കാണിച്ചു തരാം. ആ ഹോട്ടൽ ചെറിയ ഹോട്ടലാണ്.
പക്ഷേ ഞങ്ങൾ മിക്കപ്പോഴും പോകാറുണ്ട് കേട്ടോ. വളരെ നല്ല ഫുഡാണ് ഇവിടെ. വലിയ വിലയൊന്നുമില്ല അവിടെ. വില കൊടുത്താലെന്താ, നല്ല ഫുഡ് കിട്ടുമല്ലോ, അത് കരുതിയിട്ടാണ് ഇങ്ങോട്ട് തന്നെ വരുന്നത്. തീ കാണാം, കാന്താരി റെസ്റ്റോറൻറ്റ്. വളരെ ചെറിയൊരു കട. അവിടെ നമുക്ക് പാർക്കിംഗ് ഇല്ല. തൽക്കാലം നമുക്ക് മുന്നോട്ട് അപ്പുറത്തൊരു ഗ്രൗണ്ടുണ്ട്, അവിടെ പാർക്ക് ചെയ്യാം. പാർക്കിംഗ് കിട്ടുന്നില്ലല്ലോ. അതെ, ഇവിടെ ഇഷ്ടം പോലെ സ്ഥലം കിടപ്പുണ്ട്. ഇവിടെ എവിടെയെങ്കിലും നമുക്ക് പാർക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ കയറി. രാവിലെ തന്നെ നല്ല ഇഡ്ഡലിയും സാമ്പാറുമാണ് മേടിച്ചത്. കണ്ടോണേ, ആ ഇഡ്ഡലിയും ആ സാമ്പാറും കണ്ടാൽ തന്നെ അറിയാം എന്ത് വളരെ മനോഹരം, എന്ത് ടേസ്റ്റെന്നറിയോ, കിട്ടില്ല ടേസ്റ്റ്, എന്ത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ കിട്ടില്ല സാധനം. ആ ചമ്മന്തിയും, ആഹാ. അവിടെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും വേറെയും ഗല്ലികളിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെന്താ ഇങ്ങനെ യാത്ര ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് കുറച്ച് കസ്റ്റമേഴ്സിൻ്റെയൊക്കെ അടുത്ത് പോകാനുണ്ട്, അതിനു വേണ്ടി പോവുകയാണ്. ഇതിൻ്റെയൊക്കെ ഇടയ്ക്കാണ് അവരുടെ വീടുകൾ, അറബികളുടെ വീടൊക്കെ കേട്ടോ. ഈ കാണുന്ന അവിടെയൊക്കെ അറബികളൊക്കെ താമസിക്കുന്നതാണ്. ഇവിടെയുണ്ട് മുഹറത്തിൻ്റെ ബാനേഴ്സും കാര്യങ്ങളുമൊക്കെ. കുറച്ച് നേരം ബഹ്റിൻ എന്താണെന്ന് അറിയാലോ, ഒരു ചെറിയ ദ്വീപ് രാഷ്ട്രം. ഇത് ചരിത്രപരമായി പ്രാധാന്യമുള്ളൊരു പ്രദേശം തന്നെ കേട്ടോ. ഇത് പേർഷ്യൻ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം പുരാതന കാലം മുതൽ തന്നെ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു എന്നാണ് അറിവ്. ആദ്യകാലത്ത് ദിൽമുൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്ന ബഹ്റിൻ പിന്നീട് മെസോപ്പൊട്ടോമിയൻ, ഗ്രീക്ക്, പേർഷ്യൻ, അറബ് സാമ്രാജ്യങ്ങളുടെ ഭാഗമായി ഭരിക്കപ്പെട്ടു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. 1783 മുതൽ ഖലീഫ രാജവംശം ഭരിക്കുന്ന ബഹ്റിൻ 2002 രാജ്യത്തിൻ്റെ പേര് സ്റ്റേറ്റ് ഓഫ് ബഹ്റിൻ എന്നതിൽ നിന്ന് കിങ്ഡം ഓഫ് ബഹ്റിൻ എന്ന് വരെ മാറ്റി എന്നാണ് അറിവ്. ഇതൊക്കെ കേട്ടറിവാണേ. കണ്ടില്ലേ, വീണ്ടും നമ്മുടെ ഗല്ലികളിൽ കൂടെ. ഇവിടെയുണ്ട് കേട്ടോ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ. വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ പച്ചപ്പൊന്നും ഇല്ലാത്തത്. ബഹ്റിൻ്റെ ഭൂരിഭാഗവും ഗ്രാമപ്രദേശം പോലത്തെ സ്ഥലങ്ങളാണ്. കണ്ടില്ലേ, ഇവിടെയൊക്കെ കണ്ടില്ലേ, വിജനമായിട്ട് കിടക്കുകയാണ്. തരിശ് ഭൂമിയാണെങ്കിലും അവിടെയും നല്ല പച്ചപ്പൊക്കെ കാണാം. നല്ല രസമാണ് ഇതിലെ കൂടെ യാത്ര ചെയ്യാൻ. ഇവിടെ അധികം ദൂരമൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ മിക്കപ്പോഴും വരുന്ന വഴികളാണ് ഇതൊക്കെ. അവിടെ ഒരു വൻ കാട് കണ്ടോ, നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. നമ്മളിതിൽ കാണുന്നത് കൂടി പോലല്ല, നല്ല രസമുള്ള കാഴ്ചകളാണ്. ചിലപ്പോൾ വിചാരിക്കും ഇതൊക്കെ ആർക്കെങ്കിലും ഒന്ന് വെട്ടി വൃത്തിയാക്കി വിടുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ഭംഗി അത് തന്നെയാണ്, അതവിടെ നിൽക്കണം. ഇതൊരു ഗ്രൗണ്ടാ എന്ന് വേണേൽ പറയാം. പക്ഷെ മഴ പെയ്താലുണ്ടല്ലോ, ഇതൊരു കടലായിരിക്കും ഇവിടെ. ഇതിലെ കൂടെ പിന്നെ നമുക്ക് പോകാൻ പറ്റത്തില്ല. അവിടെ കുറേ ബോട്ടും ബസ്സും ഒക്കെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. പണ്ടൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് ഈ ബോട്ട് എന്ത് കരയിൽ കിടക്കുന്നതെന്ന്. പിന്നല്ലേ മനസ്സിലായത്, ഇവിടെ മിക്ക വീട്ടുകാർക്കും ബോട്ടുണ്ട്, കാറുള്ളതുപോലെ. ഓരോ വീട്ടുകാരുടെ ബോട്ട് കൊണ്ട് പാർക്ക് ചെയ്ത് വെച്ചേക്ക് വരിക. അവർ ആവശ്യാനുസരണം കെട്ടി വലിച്ചുകൊണ്ട് പോകും, നേരെ കടലിൽ കൊണ്ടുപോകും, ഇറക്കും, ചാടും, പോകും. ഇതൊക്കെ ഇവിടുത്തെ ഫ്രണ്ട്സ് പറയുന്നതാണേ. കണ്ടില്ലേ ബോട്ട്, നല്ല രസമുണ്ട് എന്തായാലും കാണാൻ. എന്തായാലും നമുക്ക് മൂവ് ചെയ്യാം ബഹ്റിൻ്റെ ഓരോ ഭാഗത്തു കൂടി തന്നെ. ഇതൊക്കെ ഒന്നും കണ്ടാൽ അറിയൂല്ലെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഉള്ളവർക്ക് ചെറിയ ചെറിയ വഴികളാണ് ഫുള്ള്. വീണ്ടും നമുക്കിങ്ങനെ മൂവ് ചെയ്ത് പോകാം അല്ലേ. ഇവിടെ ഇച്ചിരി ഡേഞ്ചറാണ്, എപ്പോഴും ഇതിലെ കൂടെ വണ്ടി ചീറിപ്പാഞ്ഞ് വരും. നേരെ അവിടെ നമുക്ക് റോഡിലേക്ക് ഇറങ്ങാം. ഇത് മെയിൻ റോഡാണ് കേട്ടോ. വീണ്ടും നമ്മൾ അവിടെ നിന്ന് യാത്ര ആരംഭിച്ചു മെയിൻ റോഡിൽ കൂടെ. ഇതിവിടെ ഉള്ളൊരു അമ്പലമാണ് കേട്ടോ. പുറമേ നിന്ന് കാണാൻ ശരിക്കും അമ്പലത്തിൻ്റെ ഒരു മോഡൽ അല്ലെങ്കിലും അതിനുള്ളിൽ അമ്പലമാണ്. ഈ കാണുന്ന പള്ളി ഉണ്ടോ, സൗദി പള്ളി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഭയങ്കര വിശ്വാസം അവിടെ കേട്ടോ. എന്ന് വെച്ചാൽ സൗദിക്കാർ ഇഷ്ടം പോലാണ് അവിടെ വരുന്നത്. വ്യാഴാഴ്ച ദിവസം വൈകുന്നേരം തന്നെ അവിടെ
നല്ല തിരക്കായിരിക്കും. നമുക്കിനി നല്ല കിടിലൻ ഒരു പ്ലേസാണ്. ഞങ്ങളിതിനെ ഓഫ് റോഡ് എന്നാണ് വിളിക്കുന്നത്. അത്രയ്ക്കും പൊളിഞ്ഞൊരു വഴിയാണ്. കാണാം, മുന്നോട്ട് പോകുമ്പോൾ കാണാം. വീണ്ടും നമ്മൾ അകത്തോട്ട് പോവുകയാണ്. നമുക്കവിടെ ഒരു കസ്റ്റമറുണ്ട്, അതിലേക്കൂടെ വേണം അവരുടെ വീട്ടിലേക്ക് പോകാൻ. ഇവിടെ ഉണ്ടെന്നേ പൊട്ടിപ്പൊളിഞ്ഞ വഴികളും സ്ഥലങ്ങളും ചതുപ്പ് നിലങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. എടി കാണുന്നതൊക്കെ കണ്ടോ, ഉള്ള ഈന്തപ്പനയാണ്. എന്തായാലും ബാ പോയി വരാം. കുറച്ചുകൂടെ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഇപ്പോൾ വരും. സ്ഥലം കാണാം. നല്ല രസമുള്ള സ്ഥലം എന്ന് ഞാൻ പറയത്തില്ല, എൻ്റെ കാഴ്ചയിലത് എനിക്ക് രസമായിട്ട് തോന്നി. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയി വരുന്ന വഴികളാണ്. എന്തായാലും കാണാം. നമ്മുടെ നാട്ടിൽ തെങ്ങ് നിൽക്കുന്ന പോലെ ഇവിടെ ഈന്തപ്പനകൾ നിൽക്കുന്നത്. എല്ലാം കാഴ്ച വയ്ക്കും കേട്ടോ. എന്ത് രസമെന്നറിയോ ഈന്തക്കൊലകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതാണ്. നമുക്കിങ്ങനെ പറിച്ചെടുത്ത് കഴിക്കാൻ തോന്നും. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ആരെങ്കിലുമൊക്കെ പച്ച ഈന്തപ്പഴം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ. ദേ നമ്മൾ ഓഫ് റോഡിലേക്ക് കയറുകയാണ്. ഞാൻ ഓഫ് റോഡെന്ന് പറഞ്ഞിട്ട് ആരും കളിയാക്കരുത് കേട്ടോ. ഈ വഴി അത്രയ്ക്കും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന വഴിയാണ്. കുറേ വർഷമായി ഇതിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. കുറച്ച് കാലം മുമ്പ് വരെ ഞങ്ങൾ ഈ സൈഡിൽ കാണുന്ന ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കാൻ പോകുമായിരുന്നു. പക്ഷെ ഇപ്പം അവിടെ മൊത്തം ഇതേ കണ്ടില്ലേ, JCB വെച്ച് വലിച്ചെന്തോ മണ്ണെല്ലാം ഇളക്കി മറിച്ചിട്ടേക്കും. എന്തായാലും മുന്നോട്ട് പോകാം. അവിടെ അങ്ങ് കാണുന്നൊരു വലിയൊരു ഒറ്റപ്പെട്ടൊരു വീട്, ചുറ്റും ഈന്തപ്പനയൊക്കെ വെച്ച് ഫുള്ള് മതിൽ കെട്ട്. ഇത് വലിയ അറബിയുടെ വീടാണെന്നാണ് തോന്നുന്നത്. ഇത് നമ്മുടെ തെങ്ങ് നിൽക്കുന്ന പോലെ ഒരു സാധനം നിൽക്കുന്നു ഉയർത്തെഴുന്നേറ്റ്. ഈന്തപ്പനയാണ്. അതിൽ ഈന്തപ്പഴം ഉണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു. എന്തായാലും വാ, മുന്നോട്ടുള്ള കാഴ്ചകൾ കാണാം അല്ലേ. നിങ്ങൾ കാഴ്ചകൾ കാണൂ. ദീ കണ്ടോ, ആ വീട് ഏതോ വലിയ അറബിയുടെ വീടാണെന്നാണ് തോന്നുന്നത്. നല്ല രസമുണ്ടല്ലേ, ചുറ്റും ഈന്തപ്പന വെച്ച് പിടിപ്പിച്ചേക്കുക. നോക്കിയാൽ ഘോര വനം പോലെ ഇരിക്കും. ഈ വലിയ മതിൽ കെട്ടും. വാ, ഞാൻ പറഞ്ഞ വഴി എത്തി. മുന്നോട്ട് പോവാം. ഈ നോക്കിക്കോണം എല്ലാവരും, കണ്ടില്ലേ, ഒരു ചതുപ്പ് നിലം എന്ന് വേണേൽ പറയാം. ഈന്തപ്പന നിൽക്കുന്നുണ്ടോ? ആ വീടിൻ്റെ പുറകുവശമാണ്. നിറച്ച് ഈന്തപ്പഴമാണ് അതിൽ. ഇവരൊന്നും പറിച്ചെടുക്കുന്ന കൂടിയില്ലെന്ന് എനിക്ക് തോന്നുന്നത്. വാ, എന്തായാലും മുന്നോട്ട് പോകാം. ഇച്ചിരി റിസ്കി വഴിയാണ് കേട്ടോ, പെയ്യെ പോകാൻ പറ്റത്തുള്ളൂ ഇതിലെ കൂടെ. കണ്ടില്ലേ, വഴിയെന്ന് പറയാൻ പറ്റത്തില്ല. ഇവർ താൽക്കാലികമായിട്ട് നിർമ്മിച്ചൊരു പാത എന്ന് വേണേൽ പറയാം. ഇതിന് ഇവർ കുറേ വർഷം കഴിഞ്ഞിട്ട് ഇവർ ഈ റോഡെല്ലാം റെഡിയാക്കി ആക്കത്തുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് നല്ലതായിട്ട് ഉറച്ച് കഴിഞ്ഞിട്ട് ഇവർ ടാറിങ്ങിനുള്ള പരിപാടി തുടങ്ങത്തുള്ളൂ. ഇവിടൊക്കെ അങ്ങനെയാണ്. എന്തായാലും വാ, മുന്നോട്ട് തന്നെ പോകാം. എന്തായാലും ഈ വഴി വന്നു പോയില്ലേ, മുന്നോട്ട് പോകാം. ഞങ്ങളങ്ങനെ പെയ്യെ പൊക്കോണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം പോകാനുണ്ട് കേട്ടോ. നല്ല കുഴികളാണ് റോഡിൽ. നിങ്ങൾക്ക് കാണാമെന്നെനിക്ക് തോന്നുന്നു. കണ്ടില്ലേ, അങ്ങ് ദൂരെ നിന്ന് വണ്ടികളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അധികം വണ്ടികളൊന്നുമില്ല. ഇവിടെ അടുത്തുള്ള വീടുകളിൽ നിന്നുള്ള വണ്ടികളൊക്കെ എളുപ്പത്തിന് ഇതിലേക്ക് കയറി വരും. ഓൾമോസ്റ്റ് ആൾക്കാരെല്ലാം മെയിൻ റോഡ് വഴി പോകും. ഹൈവേ കയറി എന്താ വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ തിരിക്കണമെങ്കിൽ കുറേ ദൂരം പോകണം. അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ഈ ചെറിയ വഴികളിൽ കൂടി കടന്നു വരുന്നത്. കണ്ടില്ല, നല്ല ഭംഗിയുണ്ട്, നല്ല രസമാണ് ഇത് നേരി കാണാൻ കേട്ടോ. ഇവിടുത്തെ ക്ലൈമറ്റ് അത്ര ശരിയല്ല, നല്ല ചൂടുണ്ട്, നല്ല ഹ്യൂമിഡിറ്റി എന്ന് വേണേൽ പറയാം. അതുകൊണ്ടാണിത്
എന്നൊരു വല്ലാത്ത രീതിയിൽ കാണുന്നതിന്. എന്നാലും പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല കിടിലം പച്ചപ്പും ഹരിതാർദ്രവും എല്ലാം കടന്നതാണ് ഇവിടെ. ഇവിടേക്ക് ആരെങ്കിലും കൊന്നിട്ടാൽ പോലും അറിയില്ല കേട്ടോ. അത്രയ്ക്കും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പ്ലേസ് പോലെ നമുക്ക് തോന്നും. എന്തായാലും നമ്മൾ ആ വഴിയൊക്കെ കടന്ന് ഏകദേശം നമുക്ക് പോകേണ്ട കസ്റ്റമറുടെ അടുത്തെത്താറാകുന്നു. ഈ കുറേ പ്രാവുകൾ ഓരോ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. എന്തായാലും അത് കൊള്ളാം. ഈ നമ്മുടെ വണ്ടി വന്നപ്പോഴേക്കും അതെല്ലാം കൂടെ പറന്നു പോയി കേട്ടോ. അവിടെ കണ്ടോ, അതാ ഒരു GT, ഇത്രയും വില കൂടി വണ്ടിയൊക്കെ ഇവിടെ നശിച്ച് കിടക്കുന്നത്. ആരാണോ ആവോ അവിടെ കൊണ്ടിട്ടേക്കുന്നത്. എന്തായാലും വാ. ഇത് കണ്ടോ, ഇവിടെ വൈകുന്നേരം സമയങ്ങൾക്ക് ഇവർ അറബികൾ എല്ലാവരും കൂടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഈ ഒരു പച്ചക്കറി തോട്ടം കൊള്ളാം. ഫാമിംഗ് ഒക്കെ ഇവിടെ ഉണ്ടെന്നേ. അക്കാര്യത്തിലൊക്കെ ഒരു മിടുക്കന്മാരാ. വീണ്ടും വാ, നമുക്കങ്ങനെ മുന്നോട്ട് പോകാം. നമ്മളിപ്പോൾ എത്തും. നമ്മളൊരു ഫ്ലാറ്റിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇവിടെ എത്താറാകുന്നു. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ആ ഫ്ലാറ്റ്. യെസ്, നമ്മളിവിടെ എത്തിയിരിക്കുന്നു. വീണ്ടും നമ്മൾ അവിടുന്ന് തിരികെ പോകണം. ഈ കിടക്കുന്ന കണ്ടോ ഈന്തപ്പന, കിട്ടില്ല ഈന്തപ്പഴം. അവിടെ നമ്മൾ മെയിൻ റോഡിൽ കയറി. ഇത് കണ്ടോ, നല്ല രസമല്ലേ ബിൽഡിങ് കാണാൻ. റിവേര പാലസ് എന്നാണ് അവരതിനിട്ടേക്കുന്ന പേര്. ഞാൻ എപ്പോഴും പോകുമ്പോൾ ഇതിലൊക്കെ നോക്കും. നല്ല ഭംഗിയാണത് കാണാൻ. ശരിക്കും ഒരു പാലസിൻ്റെ ലുക്കൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. പക്ഷേ അവിടെ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്തോ വെറ്റിനറി ഹോസ്പിറ്റലോ എന്തോ ആണ്. എന്തായാലും വാ, നമുക്ക് അവിടെ നിന്നും പോകാം. ഈ കണ്ടോ, മുകളിൽ കുറച്ച് ഹോഴ്സും സംഭവങ്ങളും ഒക്കെ ഉണ്ട് അവിടെ. അവിടെ നിന്നും കടന്ന് നമ്മൾ എയർപോർട്ടിനടുത്തെത്തി. ഫ്ലൈറ്റ് അങ്ങനെ മുകളിൽ കൂടെ പറക്കുവാണ്. ഇവിടുത്തെ കടലൊക്കെ കണ്ടോ, അടിപൊളിയല്ലേ. നല്ല നീല കളറാണ്, രസമാണ് കാണാൻ കേട്ടോ. ഇവിടെ നമ്മളൊരു ഫ്ലാറ്റ് വന്നേ. ഞാൻ അതിനകത്ത് നിന്ന് എടുത്ത് ഷൂട്ട് ചെയ്തതാണ് ഈ കാണിക്കുന്നത്. എന്ത് ഭംഗിയല്ലേ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മുടെ നാട്ടിലെ തട്ടുകട പോലത്തെ സംഭവങ്ങളാണ്. ഇവിടെ എല്ലാം കിട്ടും. ബർഗർ, ഷവർമ, ദോശ മാത്രം കിട്ടില്ല കേട്ടോ. ഒരാൾ അവിടെ നാടി കളിക്കുന്നുണ്ടോ. ഹായ്, എന്തായാലും നല്ല രസമുണ്ട് അത് കാണാൻ. എനിക്കിത് കണ്ടപ്പോൾ ഒരു വെറൈറ്റി തോന്നി. ഇവിടെ സ്വിച്ച് ഓണിൻ്റെ ഷോപ്പിന് മുന്നിൽ വെച്ചേക്കുന്നത് കേട്ടോ. അത് സന്ധ്യയായി ഫ്രണ്ട്സ്. നമ്മളങ്ങനെ തിരിച്ച് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യാസ്തമയമായി. കണ്ടില്ലേ, സൂര്യൻ അങ്ങനെ അങ്ങ് അസ്തമിച്ച് ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ അങ്ങ് പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഓരോ ദിവസവും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രവാസ ജീവിതം അതികഠിനമാണ്. എല്ലാവരും പറയും ഗൾഫിലുള്ളവർ ഭാഗ്യവാന്മാരെന്നല്ല കേട്ടോ. ഇവിടുത്തെ ജീവിതം നമുക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ ഗൈസ്, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.